ഹായ് എവ്രിവൺ, വെൽക്കം ടു ടെക്കീസ് ഓഫീസ്. സോ ഇന്നത്തെ വീഡിയോ ഷാർപ്പ് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഞാൻ വീണ്ടും ഈ ഷാർപ്പിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണതെന്ന്. അതിൻ്റെ മെയിൻ റീസൺ ഇത് എൻ്റെ ന്യൂ ഷാർപ്പ് ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. മുമ്പത്തേനെ ഞാൻ റീപ്ലേസ് ചെയ്തു ഈ സിസ്റ്റത്തിനായിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റോറി ഞാൻ പറയുകയാണെങ്കിൽ, ലൈക്ക് എൻ്റെ വണ്ടി ഞാൻ മുമ്പ് മേടിച്ചിരുന്ന സിസ്റ്റവും 4GB 32GB ആണെന്ന് അറിയാലോ. ഞാൻ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു യൂണോമിൻ്റെ 4GB 32GB. അപ്പോൾ ഈ സിസ്റ്റത്തിൽ എനിക്ക് ഹാങ്ങിങ് ഇഷ്യൂസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ ഞാൻ ഭയങ്കര കുറവായി യൂസ് ചെയ്യുള്ളൂ. മെയിനായിട്ട് മ്യൂസിക്കും റിവേഴ്സ് ക്യാമറയ്ക്കും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ ബേസിക് യൂസേജ് ആണ് കൂടുതൽ. ഈ ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ ഇതൊക്കെ കുറച്ച് ബഗ്ഗിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അധികം അത് യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഡയറക്റ്റ് ഫോണിൽ മാപ്പ് ഇടുകയാണ് കുറച്ചുകൂടിയും കംഫർട്ടബിൾ. അതാണ് അതിൻ്റെ ഫിറ്റ് ചെയ്ത ഹൈറ്റ് വെച്ചിട്ട് താഴെ നോക്കണതിൻ്റെ പകരം സ്ട്രെയിറ്റ് നോക്കി എനിക്ക് ഓടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഓൾ ഗുഡ്. അങ്ങനെയുള്ളപ്പോൾ ഒരു ഫസ്റ്റ് ഇൻസ്റ്റൻസ് എനിക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു. അവരുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഷാർപ്പിൻ്റെ 2GB 32GB 2GB 16GB ആണ് മേടിച്ചത്. പക്ഷേ CPU-Z ആപ്പ് നോക്കിയപ്പോൾ ഓൺലി 1GB റാം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ അതിന് ചെക്ക് ചെയ്യാമെന്ന് റിപ്ലൈ ചെയ്തിരുന്നെങ്കിലും എനിക്കത് ചെക്ക് ചെയ്യാൻ അധികം പറ്റിയില്ല. പിന്നെ ഞാൻ മറക്കും ചെയ്തു. അതിൻ്റെ വൺ ഓഫ് ദ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ബേസ്മെൻറ്റിലാണ്. അവിടെയാണെങ്കിൽ ഇൻ്റർനെറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും അതിനായിട്ട് പുറത്ത് കൊണ്ടിടുകയൊക്കെ ചെയ്യണം വണ്ടി. അങ്ങനെ എനിക്കതിന് പറ്റിയില്ല. പിന്നെ ഉണ്ടായത് ആണ് മെയിൻ റീസൺ ഇതിലേക്ക് എനിക്ക് പോകാൻ. എൻ്റെ കസിൻ ഈ ആൻഡ്രോയിഡ് അവരും CRV എടുത്തതിന് അവർ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവർ ഇതിൻ്റെ അകത്തും വേറൊരു കമ്പറ്റീറ്റർ പറഞ്ഞു, ഷാർപ്പിൻ്റെ സിസ്റ്റം ആണെങ്കിൽ അതിൽ 4GB എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും CPU-Z ആപ്പ് പോലുള്ള ആപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 2GB ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൂപ്പർ എൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മൂപ്പർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെക്ക് ചെയ്യണ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനിത് കഴിഞ്ഞിട്ട് ഇടാം. അതിൽ ചെക്ക് ചെയ്തപ്പോൾ ഞാനും ഷോക്കായിപ്പോയി. എൻ്റെ സിസ്റ്റത്തിലും 4GB 32GB സിസ്റ്റത്തിലാകെ 2GB റാമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആക്ച്വലി ദർശൻ കാർ ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിരുന്നത്. ഞാൻ ഉടനെ ദർശനിൽ കോൺടാക്ട് ചെയ്തു. ആൻഡ് മൂപ്പര് ഭയങ്കര റെസ്പോൺസീവ് ആയിരുന്നു. അതിൻ ഉടനെ തന്നെ ഷാർപ്പിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിന് കണക്ട് ചെയ്തു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇറക്കിയ ഒരു ബാച്ച് ഫോൾട്ടി ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. ഇനി അവർ ഉടനെ തന്നെ എൻ്റെ സിസ്റ്റം റീപ്ലേസ് ചെയ്ത് തരാം. റീപ്ലേസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഏത് ആപ്പിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്താലും 4GB തന്നെ കാണിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഐ വാസ് പ്രിറ്റി ഓക്കെ വിത്ത് ദാറ്റ്. ആൻഡ് ഞാൻ ഉടനെ അവരുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളും ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവരുടെ ഷോപ്പ് യശ്വന്ത്പൂറാണ്. ഇറ്റ് വാസ് ടു ഫാർ ഫോർ മീ. ഞാൻ ഡോർ സ്റ്റെപ്പ് ഡെലിവറി തന്നെ ഓപ്റ്റ് ചെയ്തു. അതിൽ 600 എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു. എന്നാലും ടെക്നീഷ്യൻ ഇന്നലെ വന്നിട്ട് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. സോ ഈ സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലായത്, ഇത് കുറച്ചുകൂടിയും ബിഗറാണ് സൈസ്. അതുപോലെ ഇതിൽ ഇങ്ങനെ 4GB 32GB എന്ന് ബോക്സിൽ തന്നെ മെൻഷൻഡ് ആണ്. മുമ്പത്തേൽ എന്താണെന്ന് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ മാർക്കില്ലേ 9 ഇഞ്ച്, അതുപോലെ തന്നെ ഒരു മാർക്ക് ചെയ്യണതായിരുന്നു. അതിലവർ 4GB ഇങ്ങനെ അതിൽ മാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പിന്നെ കുറച്ചുകൂടിയും ഇതാക്കിയിട്ടുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത്, ഇത് ഷാർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണോ അതോ ഇത് ഐ തിങ്ക് ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അവരുടെ ട്രേഡ് മാർക്ക് വേറൊരു കമ്പനിക്ക് വിറ്റിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ കാർ ഓഡിയോ ഇതിൽ. അപ്പോൾ ഈ ഷാർപ്പിൻ്റെ അർത്ഥം പാരൻറ്റ് കമ്പനി ഷാർപ്പാന്നല്ല, അവരുടെ ഒരു ഫ്രാഞ്ചൈസി പോലെ വേറൊരാൾക്ക് വിറ്റതാണ്. പക്ഷെ ഇതിൽ എനിക്ക് ഒരു മേജർ ഷോർട്ട് കമ്മിങ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇതിൽ ഷാർപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട്,
www.sharpcar.in. ഈ വെബ്സൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഡൊമെയിൻ എന്താണ് ഗോഡാഡിയോ ബിഗ് ഡാഡിയോ അങ്ങനെയുള്ള ആ ഡൊമെയിൻ ഇതിലേക്കാണ് പോണത്. ആൻഡ് ടോൾ ഫ്രീ നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വിളിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ ഐ എം നോട്ട് ഷുവർ ഇവരെന്താണ് ഇങ്ങനൊരു വെബ്സൈറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഓൾറൈറ്റ്. സോ വേറൊരു എനിക്കുള്ളൊരു ഫൈൻഡിങ് ഞാൻ വെരി അൺബയസ്ഡ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഷാർപ്പാണെങ്കിലും ഏതാണെങ്കിലും എവ്രിതിങ് ഹാർഡ്വെയർ സെയിം ആണ്. ദർ ഇസ് നോട്ട് മച്ച് ഓഫ് എ ഡിഫറൻസ്. ഇവർ ഈ ഷാർപ്പിൻ്റെ സിസ്റ്റത്തിൽ വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഈ ഷാർപ്പ് നാക്കുന്നത്. ആൻഡ് ബൂട്ട് ലോഗോ അവർ മാറ്റും, ഷാർപ്പിൻ്റെ ബൂട്ട് ലോഗോ ഇടും. ഇതിൻ്റെ മുമ്പത്തെ സിസ്റ്റത്തിൽ ആക്ച്വലി ഞാൻ സെറ്റിങ്സ് നോക്കിയപ്പോൾ ബൂട്ട് ലോഗോയിൽ നമുക്ക് വേണമെങ്കിൽ ഹോണ്ട അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. ഷാർപ്പ് അത് അവർ അതിൽ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ അവർ ആ ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഷാർപ്പിൻ്റെ ബൂട്ട് ലോഗോ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഹാർഡ്വെയർ ഒക്കെ സെയിം ആണ്. ഉള്ളിലുള്ള സ്പെക്ക് മാത്രം നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റ് വാങ്ങുക എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഹാർഡ്വെയറിൽ ചിലപ്പോൾ 1 or 2 ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉണ്ടാവും. ചൈനീസ് ആണ് എല്ലാം ചൈനീസാണ്. ഇവിടെ പവേർഡ് ബൈ ജാപ്പനീസ് ടെക്നോളജി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ ഫീൽ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി നോട്ട് റൈറ്റ്. ദർ ഇസ് നത്തിങ് ജാപ്പനീസ് ഇൻ ദിസ്. ഓക്കെ, ഇത് ചൈനീസ് പ്രൊഡക്റ്റാണ് ആൻഡ് ബേസിക്കലി അസംബിൾഡ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതുപോലത്തെ കിറ്റ് വരുന്നുണ്ടാവും, ലൈക്ക് സ്ക്രീൻ 9 ഇഞ്ച് 10 ഇഞ്ച്. ഓക്കെ, അതിൽ ചിലപ്പോൾ 1 or 2 ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവർ എല്ലാ കമ്പനിയാണെങ്കിലും എനി ആൻഡ്രോയിഡ് കമ്പനി, ഓക്കെ, എക്സെപ്റ്റ് ഫോർ സോണി ആൻഡ് പയനീർ അങ്ങനത്തെ ഉള്ളത് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ബ്ലോപ്പണ്ടും ഇതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ചെറിയൊരു ഇൻ്റർഫേസിനൊരു ഡിഫറൻസ് ഉണ്ട് എന്നല്ലാണ്ട് അതും ഇതുപോലെ ഒറിജിനൽ ബ്ലോപ്പണ്ടാണോ ഐ തിങ്ക് അതിൻ്റെ ബ്രാൻഡ് വേറെ കമ്പനി മേടിച്ചിട്ട് നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഇതിൻ്റെയും എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അസംബിൾ ചെയ്തിട്ട് അവരുടെ ബ്രാൻഡ് നെയിം ചെയ്തിട്ട് അവർ തോന്നിയ വിലയിൽ വിൽക്കുന്നതാണ് സംഭവം. ഓക്കെ, ഇതിന് ഇത്ര പ്രൈസൊക്കെ ആക്ച്വലി ജസ്റ്റിഫയബിൾ അല്ല, ടു ബി വെരി ഓപ്പൺ വിത്ത് യു. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ നല്ല മാർക്കറ്റ്, നല്ല ഡീലിൽ നോക്കി നല്ല ക്വാളിറ്റിയുള്ള ഇത് സ്പെക്ക് നോക്കിയിട്ട് മേടിക്കുക. അപ്പോൾ ഇതിന് വേരിയസ് പ്രോസസ്സസും വരുന്നുണ്ട്. T3, T5, T7 അങ്ങനെ കുറേ പ്രോസസ്സസ് വരുന്നുണ്ട്. അതൊക്കെ ചൈനീസ് പ്രോസസ്സേഴ്സാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇതിൽ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അതിനെക്കുറിച്ചിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ആകെ ഉള്ളത് ഒക്ടാ കോറാണിത്, 8 കോറാണ്. സോ ദാറ്റ് ഈസ് പ്രിറ്റി ഗുഡ്. ഇനി ആക്ച്വലി ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ CPU Z ആപ്പിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ സ്പെക്ക് എല്ലാം കറക്റ്റാണ്. 4 GB 32 GB ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് മനസ്സിലായത്, എൻ്റെ റിയർ ക്യാമറ മുമ്പത്തെ സിസ്റ്റത്തിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ ആയപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ HD ക്യാമറ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് പറഞ്ഞത്. സോ ബാക്കിയെല്ലാം ഐ തിങ്ക് എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ FM റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ FM ചെയ്യുമ്പോൾ തനിയെ ചാനൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊരു സോഫ്റ്റ്വെയർ ഗ്ലിച്ചായിട്ട് എനിക്ക് തോന്നിയത്. അതൊന്ന് റീസെറ്റ് ചെയ്തപ്പോൾ വർക്കായി. സോ ഇത്രയും ഇതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ബാക്കി ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഇത് കഴിഞ്ഞിട്ട് ഇടാം. This video I am going to check the real specs of Sharp 4GB 32GB car Android system. So my friend has this doubt whether this will be actually 4GB RAM. So first time I am opening the CPU Z app. So let us see. So the CPU is saying 2.6 GHz and how about it doesn't say RAM here. RAM is 2GB 2048 GB only. So this is an internal storage is 32, which is matching.
So this is in fact not actually a 4 GB RAM, but it's a 2 GB RAM. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഷാർപ്പ് സിസ്റ്റത്തിൽ 2 GB റാം ആണ് കണ്ടത്. 4 GB റാമുള്ള സിസ്റ്റമാണിത്. കാണിച്ചു തരാം. 9 ഇഞ്ച് 4 GB 32 എന്നുള്ളതിൽ 2 GB വന്നുള്ളൂ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ അവർ 4 GB റാമുള്ള 32 GB റാമുള്ള സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഈ സിസ്റ്റം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. ആക്ച്വലി എനിക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് വരാൻ പറ്റിയില്ല. സോ ഹീ ഹാസ് ഫിക്സ് ദ സിസ്റ്റം. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് റെഡി ആക്കട്ടെ. നൗ ഇൻ ദിസ് ആംഗിൾ യു ക്യാൻ സീ. സോ ഇതിൽ റീസെറ്റ് സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ബോട്ട് കാർ K2501 ആണ് കാണിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 11 ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ CPU-Z ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി എത്ര ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇതിൻ്റെ ബാക്ക് ബട്ടൺ ഇസ് വർക്കിംഗ് പ്രോപ്പർലി. ദിസ് വോളിയം ഇസ് വർക്കിംഗ് ആൻഡ് ഹോം ഇസ് ഓൾസോ വർക്കിംഗ്. കൂൾ. ഇനി ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ CPU-Z ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ CPU-Z ഇതിൽ ഡിവൈസ് 4 GB 32 GB തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി വേറെ വല്ല ആപ്സിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കതും ചെക്ക് ചെയ്യാം. Alright, so I noticed this problem where it doesn't stay in a station. So I have done the search and I'm like search has been like selected, and if I'm choosing one station, doesn't stay in that. After some time it just swaps and move on to the other station. So I'm not sure how to stop this. സോ ഞാൻ ഈ സിസ്റ്റം ഒന്ന് റീസെറ്റ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ശരിയായി. അതിന് വളരെ സിമ്പിളാണ്. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം റീസ്റ്റാർട്ട് ആവും. അപ്പോൾ FM ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്വിച്ച് ചെയ്യില്ല, ചാനൽ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കില്ല. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ഈ റിവേഴ്സ് ക്യാമറയുടെ ഇഷ്യൂ ഒരുവിധം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിവേഴ്സ് ഇടുമ്പോൾ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അതിൽ ഞാൻ ചെയ്ത ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ സെറ്റിങ്സിൽ പോവുക, സിസ്റ്റം സെറ്റിങ്സ്, അതിൽ ഫാക്ടറി സെറ്റിംഗ് എടുക്കുക. പാസ്വേഡ് 16176699 ആണ്. അത് കൺഫേം അടിച്ച് കഴിഞ്ഞാൽ ബാക്ക് കാറിൻ്റെ സെറ്റിങ് എടുക്കുക. എന്നിട്ട് ഇത് ഞാൻ ഇതാണോ കറക്റ്റ് എന്ന് അറിയില്ല, റിയർ എന്നുള്ളത് NTSC തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇത് ഞാൻ മാറ്റി. അതുപോലെ തന്നെ ഈ ബാക്ക് കാർ അസിസ്റ്റ് ലൈൻ ഉള്ളത് ഓൾറെഡി ക്യാമറയിൽ ഈ അസിസ്റ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ വേറൊരു അസിസ്റ്റ് ലൈൻ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണോ എന്നും അറിയില്ല. ഇങ്ങനത്തെ സെറ്റിംഗ് ചെയ്തിട്ട് സേവ് ചെയ്തപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. സോ ഇപ്പം ഞാൻ റിവേഴ്സ് അടിക്കുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. I hope you guys like the video. If you do, please like, share and subscribe. Thank you.